ഈ ഡ്രഗ് ഇത്രയും വ്യാപകമാകുന്നതിൻ്റെ കാര്യം ഇതുമായി ബന്ധപ്പെടുന്ന ഡീലേഴ്സ് പറഞ്ഞ് വളരെ കറക്റ്റായിട്ടാണ്. ഇതേപോലെ കാറുകളിലും ബൈക്കിലും ഒക്കെ ഈ തൊപ്പിക്കാരനായിരിക്കും വണ്ടി ഓടിക്കുന്നത്. ഈ പറയുന്ന 2 സ്ത്രീകളോ 3 സ്ത്രീകളെ ഈ പർദ്ദയിട്ടവരെ അങ്ങ് വെക്കും. ഇപ്പം ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാനോ തടഞ്ഞു നിർത്താനോ, കാരണം മറ്റേവരെ എസ്കോർട്ട് വരുന്നുണ്ട് ആൾക്കാർ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തേണ്ട അടുത്ത് സാധനം എത്തിക്കുന്നു. നാണിക്കുക കേരളമേ, ചെയ്യാൻ പറ്റുന്നില്ല. അതായത് കേരളം ഈ പറയുന്നതിൻ്റെ കടിഞ്ഞാണ്ടത് പിടിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ നീയൊക്കെ ഉത്തരം കൊടുക്കേണ്ടി വരും. ഇത് സർവീസിലുള്ള പോലീസ് ഓഫീസേഴ്സും പറഞ്ഞു, സർവീസിൽ നിന്ന് VRS എടുത്ത പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞു, സാധാരണ കോൺസ്റ്റബിൾ പറഞ്ഞു. ഒരു വഴിയില്ല, ഒരു നിവർത്തിയില്ല. കാരണം ഇവരെ പിന്തുണച്ച ഉടൻ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ വിളിക്കുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കൾ വിളിക്കുന്നു, ആകെ ബഹളമാകുന്നു. അപ്പുറത്ത് മത തീവ്രവാദ സംഘടനകൾ ഗൾഫിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്നു. ഞങ്ങളെങ്ങനെ ജോലി ചെയ്യും? തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ഉടൻ തന്നെ അത് റെക്കോർഡൊക്കെ എടുത്തിട്ട് ഉടൻ തന്നെ അത് ഫ്ലാഷ് ചെയ്യുന്നു. മനസ്സിലാക്കുക, കേരളം ഒരു ഗാസയാക്കി മാറ്റി. ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ല. കേരള പോലീസിൻ്റെ ആൾക്കാർ തന്നെ പറയുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഡ്രഗ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ലോ ആൻഡ് ഓർഡർ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? മുഴുവനും ഡീറെയിൽ ചെയ്തു പോയി.